ഇസ്രയേലിലുണ്ടായ മിന്നലാക്രമണത്തിന് പ്രതികാരമെന്ന നിലയ്ക്ക് ഇറാനെ ദുർബലപ്പെടുത്താൻ കൈകോർക്കുന്ന നെതന്യാഹുവും അമേരിക്കയും മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്. ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയാകില്ലെന്ന് നിലപാട് വ്യക്തമാക്കിയ US ടെഹ്റാനെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാനും ഇറാന്റെ എണ്ണ കയറ്റുമതി പരിമിതപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് US നീക്കം. ഇതു സംബന്ധിച്ച് പ്രസ്താവനയിറക്കിയ ട്രഷറി സെക്രട്ടറി ജാനറ്റ് എൽ യെല്ലൻ ഉപരോധം ഏത് രൂപത്തിലാകുമെന്ന് വിശദീകരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇറാനിയൻ എണ്ണ കയറ്റുമതിയെ നിയന്ത്രിക്കാനുള്ള വഴികളെക്കുറിച്ച് ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. ഇറാൻ സമ്പദ് വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെയും ആണവായുധങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നതിൻ്റെയും ഭാഗമായി US ടെഹ്റാനെതിരെ മുൻപും വിപുലമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 500-ലധികം ഇറാനികളെയും ഇറാൻ ബന്ധമുള്ള ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളെയും ബൈഡൻ ഭരണകൂടം ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ജാനറ്റ് എൽ യെല്ലൻ വെളിപ്പെടുത്തുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ഇറാനെതിരെ കൂടുതൽ ഉപരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും യെല്ലൻ വിശദമാക്കി. വാഷിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും യോഗങ്ങൾക്ക് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ കയറ്റുമതി പരിമിതപ്പെടുത്താൻ തന്ത്രങ്ങൾ മെനയുകയാണ് US നേതൃത്വം. അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ജാനറ്റ് എൽ യെല്ലന്റെ പരാമർശങ്ങൾ ഓരോന്നും. ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുൻപ് അമേരിക്ക പൊതുവായി അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ചർച്ച നടത്താൻ US പദ്ധതിയിടുന്നുണ്ട്. അതോടൊപ്പം ഇറാനിലേക്കുള്ള ആയുധ കയറ്റുമതി നിയന്ത്രിക്കാനും അവരുടെ ആയുധ വിതരണം നിർത്തലാക്കിക്കൊണ്ട് ഉപരോധം എങ്ങനെ ഏകോപിപ്പിക്കാമെന്നും ആലോചിക്കുകയാണ് US. ഇറാനെ ബഹിഷ്കരിക്കേണ്ടതിൻ്റെയും അവർക്കുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായും അമേരിക്ക സംസാരിക്കും. ഇറാനുള്ള ആയുധ കൈമാറ്റത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്താൻ തയ്യാറാവുന്ന ഇതേ US ഭരണകൂടം ഫലസ്തീനിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ട്. ബൈഡന്റെയും അമേരിക്കയുടെയും ഇരട്ടത്താപ്പിന് ഇതിലും വലിയ ഉദാഹരണമില്ല. റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിനെയും പ്രതിരോധ മന്ത്രാലയത്തെയും ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെയും ഇറാന്റെ മിസൈൽ ഡ്രോൺ പ്രോഗ്രാമുകളെയും ലക്ഷ്യമിടുന്നതാണ് USന്റെ പുതിയ ഉപരോധ നീക്കം. ആണവശേഷിയുള്ള രാജ്യമാണെന്ന് പറയുന്നില്ലെങ്കിലും ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. 2000 കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്താനുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യമാണ് ഇറാൻ എന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസിലെ കണക്കുകൾ പറയുന്നു. സെജിൽ എന്ന മണിക്കൂറിൽ 17,000 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള 2500 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളും ഇറാനുണ്ട്. 2000 കിലോമീറ്റർ റേഞ്ചുള്ള ഹൈബർ മിസൈലും 1400 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഹജ് ഖാസം മിസൈലും ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇറാന്റെ മൊഹാജർ 10 ഡ്രോണുകൾക്ക് 2000 കിലോമീറ്റർ ദൂരം 300 കിലോ ഭാരം വഹിച്ച് സഞ്ചരിക്കാനാകും. ഇറാന്റെ പക്കലുള്ളത് തദ്ദേശീയമായി നിർമ്മിച്ചതും US നൽകിയതുമായുള്ള ആയുധങ്ങളാണ്. അമേരിക്കൻ സഹായമില്ലാതെ ഇറാനെ നേരിടാൻ ഇസ്രായേലിന് കഴിയുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകരമായിരിക്കുമെന്ന് ഇറാൻ റഷ്യ വിദേശകാര്യമന്ത്രിമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനികമായി തിരിച്ചടിക്കരുതെന്ന് ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇറാന്റെ ആയുധ പദ്ധതികൾക്കെതിരെ സാമ്പത്തിക ഉപരോധം വിപുലീകരിക്കുന്നത് യൂറോപ്യൻ യൂണിയനും പരിഗണിക്കുന്നുണ്ട്. യൂറോപ്യൻ നയതന്ത്രജ്ഞരെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ ഫോണ്ടലെസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡ്രോണുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഇറാന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരായ ഉപരോധം യൂറോപ്യൻ യൂണിയന് വിപുലീകരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇറാനെതിരെ പ്രത്യാക്രമണം ആലോചിക്കുന്ന ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റിലെ അംഗങ്ങൾ വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്.
ഇറാന്റെ വലിയ തോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുകയാണ് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റിന്റെ ലക്ഷ്യം. ഇറാൻ നടത്തിയ വലിയ വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലൊന്ന് ഇസ്രായേൽ ആക്രമിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ വിഭാഗം മേധാവി ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി. അങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം വിലയിരുത്തൽ.